ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വർഷയും വിവേകും വയനാട്ടിലെത്തുന്ന വിവരം അറിഞ്ഞ് കാത്തിരിക്കുന്നുണ്ടായിരുന്ന ചന്ദ്രദാസ് അവരെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് ചന്ദ്രദാസും ഗുണ്ടകളുമാണ്. ഒടുക്കം ചന്ദ്രദാസിൻ്റെ പിടിയിൽ നിന്നും വർഷയെ രക്ഷിക്കുന്നു. എന്നിട്ട് ചന്ദ്രദാസിൻ്റെ മുഖത്ത് നോക്കി വിവേക് പറയുന്നു, ഇവൾ എൻ്റെ പെണ്ണാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ പെണ്ണിനെ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പം വിവേകിന് സപ്പോർട്ട് എന്ന രൂപത്തിൽ വർഷയാണെങ്കിൽ ചന്ദ്രദാസിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളോട് പറയുന്നുണ്ട്, എൻ്റെ വിവേകിനെ ചുമ്മാ കൊലയാളിയാക്കരുത്, വിവേക് പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ വിവേകിൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ചന്ദ്രദാസിനെ ചൊടിപ്പിക്കുന്നു. അങ്ങനെ അടികൊണ്ട് നൂന്ന് നടക്കാൻ പറ്റാതെ ചന്ദ്രദാസ് എണീറ്റ് പോകുന്നു. അതേസമയം വസുന്ധരയാണെങ്കിൽ ശിവനന്ദയോട് പറയുന്നു, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള വിവാഹം അധികം താമസിക്കാതെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. മോളുടെ അമ്മയെ അധികം താമസിക്കാതെ കണ്ട് മോളും കൂടി ചേർന്ന് നമുക്ക് ഈ കാര്യം അവരെ അറിയിക്കണം. അങ്ങനെ അമ്മയും മകളും തമ്മിലുള്ള ദേഷ്യം അകന്നു മാറട്ടെ. മോളെ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ വിവേകിൻ്റെ പെണ്ണായിരിക്കും മോളെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. എല്ലാം കേട്ട് ശിവനന്ദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. വിവേകുമായിട്ടുള്ള വിവാഹം അവളുടെ മനസ്സിലും ഒരുപാട് സ്വപ്നമായിട്ട് അവശേഷിക്കുന്നു. എന്നാൽ വിവേക് ആഗ്രഹിക്കുന്നതും വിവാഹം കഴിക്കാൻ സ്വപ്നം കാണുന്നതും വർഷയാണെന്ന് അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. അതേസമയം റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീടിനടുത്ത്, അതായത് വർഷ ജോലി ചെയ്യുന്ന ഫുഡീസിൻ്റെ മാനേജറിൻ്റെ വീട്ടിലാണ് നമ്മുടെ രാഹുലും അഞ്ജും താമസത്തിനായി എത്തിയിരിക്കുന്നത്. ഹരിതയാണെങ്കിൽ ശർമ്മിളയോട് രാഹുൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് പല രൂപത്തിൽ ചോദിക്കുന്നെങ്കിലും ശർമ്മിള വിട്ടു പറയുന്നില്ല. എന്നാൽ ശിവനന്ദ അർജൻ്റ് ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലിപ്പോൾ ഒറ്റയ്ക്കാണെന്നും അവളുടെ കൂടെയുള്ള ആ വക്കീൽ പെണ്ണ് കടയിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് താനിങ്ങോട്ടേക്ക് വന്നത്. ശിവനന്ദ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ ആളുകളെ പറഞ്ഞു വിടാത്ത പാടേയുള്ളൂ, അവളുടെ ജീവൻ ഈ നിമിഷം തന്നെ ഇല്ലാതാകും. പിന്നെ വിക്രമൻ നിങ്ങൾക്ക് തന്ന വാക്കിൻ്റെ പുറത്ത് ഞാനങ്ങനെ ശിവനന്ദയെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് രാഹുലിനെ വിളിച്ച് ഇപ്പോൾ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചറിയാൻ പറയുമ്പോൾ ശർമ്മിളയാണെങ്കിൽ മറ്റൊരു നിവൃത്തിയില്ലാതെ കൃത്യമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം അഞ്ജു ഒന്ന് ഓക്കെ ആയതിനു ശേഷം രാഹുൽ അഞ്ജുവിനെയും കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോൾ എല്ലാം അറിഞ്ഞ ഹരിതയാണെങ്കിൽ പോലീസിനെയും കൊണ്ട് തന്നെ അവരെ പിടിപ്പിക്കുമെന്ന് വാശി പറഞ്ഞ് പോകുന്നു. വില്ലേജ് ഓഫീസിൽ അവളെയും കാത്ത് ശ്രീയേട്ടൻ്റെ അച്ഛനും അതുപോലെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയും ഉണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ ഉറ്റ സുഹൃത്താ ആ അമ്മയെന്ന് പറഞ്ഞ് വർഷയാണെങ്കിൽ വിവേകിന് അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വരാൻ ലേറ്റായത്, വഴിയരികിൽ ചന്ദ്രദാസിനെ കണ്ടെന്നും കുറച്ച് പ്രശ്നമായി എന്നൊക്കെ പറയുമ്പോൾ അയാൾ വീണ്ടും നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നോ, എന്തായാലും രാഘവനെയും ഞാൻ കൂടെ പ്രതീക്ഷിച്ചിരുന്നു, അയാൾ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നു, കൊച്ചിയിൽ നിന്ന് വന്നതിന് ശേഷം രാഘവനും ചന്ദ്രദാസും നല്ല ഉടക്കിലാണ്, ചന്ദ്രദാസിനെ രാഘവൻ ചേർന്ന് പറ്റിച്ചു എന്നാ പലരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നേ എന്ന് പറയുമ്പം വർഷയ്ക്ക് സന്തോഷമാകുന്നു. എന്നാൽ അവിടെ വെച്ച് ശ്രീയേട്ടൻ്റെ അച്ഛനെ കാണുന്നുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു, ആക്സിഡൻറ്റും അതിനുശേഷം ശ്രീയേട്ടൻ തനിക്കായിട്ട് വാങ്ങി വെച്ച പുടവയും താലിമാലയും അച്ഛൻ വർഷയ്ക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. അങ്ങനെ അച്ഛൻ പറയുന്നു, മകൻ്റെ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് താൻ വില്ലേജ് ഓഫീസിലേക്ക് വന്നത്, ഇനി അവനെ കാത്തിരിക്കേണ്ട, മോള് പോയി സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ പറയുന്ന സമയത്ത് വർഷയുടെ മുഖഭാവം കണ്ടിട്ട് വിവേകിന് ചില സംശയം തോന്നുന്നു. ആ അമ്മയോട് ചോദിക്കുന്നു, ഇപ്പോൾ പോയ ആ അങ്കിൾ ആരാ, വർഷയെ വിവാഹം കഴിക്കാനിരുന്ന പയ്യൻ്റെ അച്ഛനാണെന്നും പിന്നീട് പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ആ അമ്മ പറയുന്ന സമയത്ത് വിവേക് എല്ലാ സത്യങ്ങളും അറിയുന്നു. ഇപ്പോഴും വർഷ മറ്റൊരാളെ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞ് വിവേകാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട്. വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം പുറത്തു വന്നവർ സംസാരിക്കുന്നു. അപ്പം വർഷയാണെങ്കിൽ പറയുന്നു, ഞാൻ ചന്ദ്രദാസിനെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ സ്നേഹിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞെന്നല്ലാതെ എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. പിന്നെ എന്തായാലും ആ അമ്മ പറഞ്ഞ് ശ്രീയേട്ടനെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വെളിച്ചമായി വന്ന ആളാണ് ശ്രീയേട്ടൻ, ഇപ്പോഴും മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നെങ്കിലും ഒരിക്കൽ എന്നെ തിരക്കി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുമ്പം വിവേകാണെങ്കിൽ തൻ്റെ ഇഷ്ടവും തുറന്നു പറയുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് വരുന്ന ശ്രീയേട്ടൻ്റെ അച്ഛനോട് വർഷ പറയുന്നു, നിങ്ങളെല്ലാവരും വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട് ശ്രീയേട്ടന് യാതൊരു ആപത്ത് സംഭവിച്ചു കാണില്ല, ഇത്രയും നാളായില്ലേ മോളെ, ഇനിയെങ്കിലും വിശ്വസിക്കണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിലേക്ക് പോയതും മോളെ അവിടെ വെച്ച് കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്, ഇനി നീ അവനെ കാത്തിരിക്കുന്നത് മണ്ടത്തരാ, നീ നിൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുമ്പം ഒരിക്കലുമില്ല, എന്നെങ്കിലും അദ്ദേഹം തിരികെ വരും, എൻ്റെ മനസ്സിൽ ശ്രീയേട്ടൻ മാത്രമേ കാണൂ എന്നൊക്കെ പറയുമ്പോൾ വിവേക് അതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കവാറും വർഷയ്ക്ക് വിവേകിനോട് ഇഷ്ടം തോന്നുന്ന ആ സമയത്തായിരിക്കും അപകടത്തിൽ നിന്ന്
കഷ്ടിച്ച് രക്ഷപ്പെട്ട ശ്രീയേട്ടൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ തിരികെ കിട്ടി വർഷയെ തേടി വരുന്നത്. എന്തായാലും അങ്ങനെയാണോ കഥ പോകുന്നതെന്ന് കാത്തിരിക്കാം.